ഉൽപ്പത്തിയുടെ പുസ്തകം 5-ാം അധ്യായം 24-ാമത്തെ ദൈവത്തിൻ്റെ വചനം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. നമ്മുടെയൊക്കെ ആഗ്രഹം ക്രിസ്തുവിലും മരിച്ചാലും കർത്താവിൻ്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടും. വേറൊരു അർത്ഥത്തിൽ അത് അവരാണ് ആദ്യം ഉയർക്കുന്നത്. ജീവിച്ചിരുന്നാലും നമ്മൾ പോവുകയല്ല, നമ്മെ എടുത്തുകൊള്ളുകയാണ്. വചനത്തിൽ അങ്ങനെയല്ലേ വായിക്കുന്നത്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും, എടുത്തുകൊള്ളപ്പെടും. അതാണ് ദൈവജനത്തിൻ്റെ, ദൈവസഭയുടെ പ്രത്യാശ. എടുത്തുകൊള്ളപ്പെടും. എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ് എടുക്കുന്നവൻ്റെ കൂടെ നടക്കണം. ഹാനോക്ക് 300 വർഷം കൂടെ നടന്നു. അവനെ എടുത്തുകൊണ്ടുപോയി. ദൈവമക്കളെ, നമുക്ക് 300 വർഷം കൂടെ നടക്കാൻ കിട്ടില്ല. എത്ര വർഷം കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ശ്രദ്ധിക്കൂ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ വന്ന് കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, ദൈവത്തെ ആരാധിക്കുന്ന, പാട്ടുപാടുന്ന, പ്രാർത്ഥിക്കുന്ന, സൺഡേ സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നടക്കണം, ദൈവത്തോട് കൂടെ നടക്കണം. സ്തോത്രം. നമ്മൾ നേരത്തെ കേട്ടതുപോലെ തുടക്കം അല്പം വിഷമമായിരിക്കാം, പക്ഷേ നീതിയാൽ അഭ്യാസം വന്നാൽ പിന്നെ എളുപ്പമായിരിക്കും. പറഞ്ഞ് മനസ്സിലായോ? കർത്താവിനോട് ചേർന്ന് നടക്കാൻ തുടക്കത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അതിജീവിച്ച് അടുത്താൽ അടുക്കുന്നവർക്ക് ചേർന്ന് കൂടെ നടക്കാനുള്ള കൃപ കർത്താവ് തരും. നമ്മുടെ ഭാഗത്ത് ഒന്ന് മനസ്സ് വെക്കണം, 2 ആവുന്നത്ര ശ്രമിക്കണം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഒന്ന് മനസ്സ് വെക്കണം. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സ് വെക്കുന്നു? ഭക്ഷണം കഴിക്കാൻ മനസ്സ് വയ്ക്കുന്നു, ഉറങ്ങാൻ മനസ്സ് വെക്കുന്നു, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ മനസ്സ് വെക്കുന്നു. എന്നാൽ ദൈവീക കാര്യങ്ങളിൽ, ആത്മീയ വിഷയത്തിൽ, ജീവൻ്റെ വിഷയത്തിൽ, നിത്യതയുമായുള്ള ബന്ധത്തിലെ വിഷയത്തിൽ നമ്മൾ എത്രത്തോളം മനസ്സ് വെക്കുന്നു? സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിനും സാത്താനുമുള്ള ആഗ്രഹം, ശ്രദ്ധിച്ച് കേൾക്കണം, നമ്മുടെ പ്രതിയോഗിയുടെ, നമ്മുടെ എതിരാളിയുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഇവൻ നിത്യതയിലെത്തരുത്, സ്വർഗത്തിലെത്തരുത്. സ്തോത്രം. വേണമെങ്കിൽ ഇവിടെ പാട്ട് പാടിക്കോ, പ്രാർത്ഥിച്ചോ, പള്ളിയിൽ വയ്ക്കോ, മുങ്ങിക്കോ, കൈയടിച്ചോ, ഇതൊക്കെ ചെയ്തോ, പക്ഷേ സ്വർഗത്തിലെത്തരുത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ചേർന്ന് നടക്കാൻ അവൻ സമ്മതിക്കാത്തത്. ഞാൻ പറഞ്ഞു, ആ വാക്യം നമുക്കൊന്നും കൂടെ വായിക്കാം. ആമോസ് 3:3. 2 പേരും തമ്മിൽ ഒത്താലേ ഒത്തു നടക്കാൻ പറ്റും. 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? 2 പേരും തമ്മിൽ ഒത്താലേ ഒത്തു നടക്കാൻ പറ്റൂ. ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ കൂട്ടാൻ നമുക്ക് യോഗ്യത വേണം. 2, നമ്മൾ അതിനൊരു വില കൊടുത്താലേ പറ്റത്തുള്ളൂ. 2 പേര് തമ്മിൽ ഒക്കണം, അല്ലെങ്കിൽ ഒപ്പിച്ചു പോകാം, എത്തേണ്ടടുത്ത് എത്തുകയില്ല. സ്തോത്രം. കുടുംബജീവിതത്തിലായാലും ദൈവസഭയുടേതായ ജീവിതത്തിലായാലും ദൈവമക്കളെ ശ്രദ്ധിക്കണം, 2 പേര് തമ്മിൽ ഒക്കണം. നീതിമാനായ, വിശുദ്ധനായ, വിശ്വസ്തനായ, ഒരു
വേണ്ടാധീനങ്ങളിൽ ലോകമയത്വമായ ഒന്നുമില്ലാത്തവനായ, പാപമില്ലാത്തവനായ യേശുവിനോട് ചേർന്ന് നടക്കണമെങ്കിൽ നമുക്കും ആ സ്വഭാവം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒത്തു നടക്കാൻ പറ്റത്തില്ല. ഒത്തു നടക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് തോന്നത്തക്ക രീതിയിൽ പലതും നമുക്ക് ചെയ്യാം. നമുക്കും ചിലപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം, ഞാനും കൂടെ നടക്കുന്നുണ്ടാവുമെന്ന്. അല്ല, ഒത്തു നടക്കണമെങ്കിൽ സ്തോത്രം ഒക്കണം. രണ്ടുപേരും തമ്മിൽ ഒക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, ഈ അന്ത്യകാലത്ത് ദൈവം നമുക്ക് തരുന്ന ആയുസ് കൂടെ നടക്കുവാൻ ഉത്സാഹിക്കണം. സ്തോത്രം. യെശയ്യാ പ്രവചനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. യെശയ്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. യാക്കോബ് ഗൃഹമേ വരുവീൻ, യാക്കോബ് ഗൃഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. അവിടെ നിങ്ങൾ ആഴത്തിൽ ശ്രദ്ധിക്കണം. വെളിച്ചത്തിൽ നടക്കണമെങ്കിൽ ഇരുട്ടിനോ ഇരുട്ടുള്ളവർക്കോ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. വെളിച്ചത്തിൽ നടക്കാം. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്നവർ, മുകളിലിരിക്കുന്നവർ, ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവർ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ യഹോവയുടെ വെളിച്ചത്തിൽ നടക്കണം. വെളിച്ചത്തിൽ നടക്കണം. ഇപ്പോൾ എവിടെയായിരിക്കുന്നു? എങ്ങനെയായിരിക്കുന്നു? എത്ര ദൂരം കർത്താവിൽ നകന്ന് നടക്കുന്നു എന്നുള്ളത് അവരവരെ ശോധന ചെയ്യണം. ഞാൻ യേശുവിനോട് കൂടെയാണോ നടക്കുന്നത്? എനിക്കും യേശുവിനും ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കർത്താവിനും മഹത്വം ഉണ്ടാകട്ടെ. ഈ പകൽക്കാലം ദൈവസഭയോട് ദൈവാത്മാവ് പറയുന്നു, യഹോവയുടെ വെളിച്ചത്തിൽ നടക്കുവീൻ, നിങ്ങളും വെളിച്ചമായിരിപ്പീൻ. നിങ്ങൾക്കറിയാമല്ലോ, സ്വതന്ത്രം ഒരു വലിയ പെട്രോമേഴ്സ് ലൈറ്റ് കത്തിച്ചു വെച്ചാൽ ഭയങ്കര പവറായിട്ട് നിന്ന് കത്തും. ഇപ്പോഴതൊന്നും കാണാനില്ല. അതിൻ്റെ അടുത്ത് ഏതെങ്കിലും ക്ഷുദ്രജീവികളൊക്കെ വന്നാൽ ഇതിന് വീണ് കരിഞ്ഞങ്ങ് പോകും. അടുക്കാനൊക്കത്തില്ല. ഭയങ്കര വെളിച്ചമാണ്, ഭയങ്കര പവറാണ്. എന്നാൽ അതിനടുത്ത് നിൽക്കണമെങ്കിൽ ഒരു വെളിച്ചത്തിന് കഴിയും. വെളിച്ചത്തിന് കഴിയും. ഒരു മെഴുക് തിരിയാണെങ്കിലും അതിൻ്റെ അടുത്ത് വച്ചാൽ വെളിച്ചത്തിനടുത്ത് നിൽക്കാം. നമ്മുടെ ദൈവമോ ആർക്കും അടുത്ത് കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരാണ്. ആ ദൈവത്തോട് ചേർന്ന് നടക്കണമെങ്കിൽ ശ്രദ്ധിക്കണേ, നമ്മുടെ ജീവിതത്തിൽ ഇരുട്ട് പാടില്ല. യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. അതിന് മാക്സിമം നമ്മൾ അടുത്തോട്ട് ചെല്ലണം. ഹോശയ്യാ പ്രവചനം 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. ഹോശയ്യാ പ്രവചനം 6-ാം അധ്യായം 1-ാം വചനം. വരുവീൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. വരുവീൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. സ്തോത്രം. ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോൾ ഈ ആലോചന എനിക്കുള്ളതാണോ? കൂടെ നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ കൂടെ നടന്നാലേ ഒടുവിൽ എടുത്തുകൊള്ളപ്പെടുവാനുള്ള അവകാശം നമുക്ക് ലഭിക്കുകയുള്ളൂ. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ ഈ പകൽക്കാലം നമ്മൾ എത്രത്തോളം അടുത്ത് ചെന്ന് കൂടെ നടക്കുന്നുണ്ട്? അതോ ദൂരെ നിന്നിട്ട് യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ എന്ന് പാട്ടും പാടി അപ്പോഴും നമ്മളെവിടെയാ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശാന്തമായി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ഞാൻ യേശുവിൻ്റെ കൂടെയാണോ? ഞാൻ യേശുവിൻ്റെ അടുത്താണോ? കർത്താവിന് സ്തോത്രം. പാട്ടുപാടുന്നത് നല്ല കാര്യമാണ്, പാടണം. പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, പ്രാർത്ഥിക്കണം. ആരാധിക്കുന്നത് നല്ലതാണ്,
ആരാധിക്കണം. അപ്പോൾ തന്നെ ശ്രദ്ധിക്കുക, ചേർന്ന് നടന്നില്ല എങ്കിൽ, കൂടെ നടന്നില്ല എങ്കിൽ ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ആലോചന പറയുന്നു, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ, അടുത്ത് ചെല്ലുവീൻ. അടുത്തോട്ട് ചെന്നാൽ എന്തൊക്കെ സംഭവിക്കുന്നു ആ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. തുടർന്ന് വായിച്ചേ. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് കടിച്ചു കീറിയത്? നമ്മളെക്കുറിച്ചൊക്കെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ശ്രദ്ധിക്കണേ, രക്ഷിക്കപ്പെട്ടവരെ, സ്നാനപ്പെട്ടവരെ, ദൈവകൃപയിൽ വന്നവരെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ നിന്ന് നിങ്ങൾ മാറി സഞ്ചരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കോപം നിങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കോപം നിങ്ങൾ വരുത്തിയിരിക്കുകയാണ്. എന്താ കാരണം? നിങ്ങൾ അകന്നു നിൽക്കുകയാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ജീവിതങ്ങളെ വിവേചിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. നീതിമാനായ വെളിച്ചങ്ങളുടെ ആ മഹാപ്രഭയായ വിശുദ്ധനായ വിശ്വസ്തനായ ദൈവത്തോട് അടുത്ത് സഞ്ചരിക്കാതെ, ഈ ദൈവത്തിൽ നിന്ന് അകന്ന് നമ്മുടെ സ്വഭാവം കൊണ്ട് ദൈവത്തോട് നമുക്ക് അടുക്കുവാൻ കഴിയാതെ അകന്നിരിക്കുന്ന അവസ്ഥയിൽ ദൈവം കോപിക്കുകയാണ്. അതുകൊണ്ട് പറയാണ്, അടുത്ത് വരുവേൻ. അടുത്ത് വന്നാൽ എന്ത് സംഭവിക്കും? അടുത്ത് അവൻ സൗഖ്യമാക്കും. വിടുതൽ വേണോ? സൗഖ്യം വേണോ? നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങൾ ഭാരപ്പെടുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന വിഷയങ്ങൾക്ക് ആശ്വാസം വേണോ? സൗഖ്യം വേണോ? അടുത്തിയല്ലുക. വിശ്വാസികളോട് അതാണ് പറയുന്നത്. വിശ്വാസികളല്ലാത്ത, ദൈവമക്കളല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അടുത്ത് ചെന്നില്ലെങ്കിലും അവർ നിലവിളിച്ചാൽ, ക്രമപ്പെട്ടില്ലെങ്കിലും അവർ ദൈവത്തെ വിളിച്ചാൽ അവർക്കൊരു കാര്യം ദൈവം നടത്തി കൊടുക്കും. എന്നിട്ട് അനുഭവിച്ചിട്ട് അവർ അവൻ്റെ മക്കളായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിൻ്റെ പ്രവൃത്തി അനുഭവിച്ച ദൈവമക്കളെ, നിങ്ങൾ അകന്നു പോകരുത്. അകന്നു പോയാൽ അത് കർത്താവിന് കോപമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചിലപ്പോൾ അടിയും കിട്ടിയെന്ന് വരും. അടുത്തു വരിക, സൗഖ്യമാക്കുമെന്ന് ഞാൻ പറഞ്ഞത് ശരീരത്തിൻ്റെ വിഷയം മാത്രമല്ല, ഏതൊക്കെ മണ്ഡലങ്ങളിൽ നിനക്കൊരു സൗഖ്യം ആവശ്യമാണോ ആ മേഖലകളിലെല്ലാം സൗഖ്യം വരുത്തും. വിശ്വസിക്കുന്നവർക്ക് കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. അടുത്ത ഭാഗം കൂടെ വായിച്ചു. അടുത്ത ഭാഗം. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു. ദൈവം നമ്മെ അടിച്ചിരിക്കുന്നു. അവൻ മുറിവ് കെട്ടും. ഈ പകൽക്കാലം ദൈവസഭയിലെ അകത്തും ഓൺലൈനിൽ പുറത്തുമായി ദൈവവചനം കേൾക്കുന്ന സകല വ്യക്തികളോടും പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവത്തിൽ നിന്ന് അകന്നിരുന്നാൽ അതിൻ്റെ അടിയും അതിൻ്റെതായ മുറിവുകളും അതിൻ്റെ വേദനകളും സൗഖ്യമില്ലാത്ത അവസ്ഥകളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. ആർക്ക്? വിശ്വാസികൾക്ക്. എന്നാൽ ദൈവത്തോടടുത്തു വന്നാൽ സൗഖ്യമാക്കും. ആ മുറിവിനെ കെട്ടും. ഇന്ന് പകൽക്കാലം നല്ല ശമര്യക്കാരൻ, അറിയാമല്ലോ സംഭവം, നല്ല ശമര്യക്കാരനായ യേശു, നിനക്ക് വേണ്ടി മുറിവേറ്റ യേശു, നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശു, മുറിവേറ്റിരിക്കുന്ന തകർന്നിരിക്കുന്നവരുടെ മുറിവുകളെ കെട്ടുവാൻ വേണ്ടുന്ന ഔഷധവുമായി ഈ പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. അടുത്തു വരുവാൻ നീ മനസ്സ് വച്ചാൽ അവൻ്റെ സൗഖ്യവും മുറിവ് കെട്ടും നിനക്ക് അനുഭവിക്കാം. സന്തോഷമുള്ളവർക്ക് കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹോശേയ പ്രവചനം 14-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാം. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക്
അടുക്കലേക്ക് നീ മടങ്ങിച്ചെല്ലുക. അടുത്ത് എഴുതിയിട്ടുണ്ട്, മടങ്ങി വരേണ്ട വിഷയങ്ങൾ എന്താണ്? അകൃത്യം. അകൃത്യം. എന്തുകൊണ്ട് നീ അകന്നു നിൽക്കുന്നു? നിന്നെ അകറ്റി വച്ചിരിക്കുന്ന കാര്യമേതാണ്? അകൃത്യം. ശ്രദ്ധിക്കൂ, ദൈവമക്കളുടെ പാപം പ്രധാനമായും 3 ദൈവമക്കളുടെ പാപം. 1 അകൃത്യം. എന്താണ് ഈ അകൃത്യം? കൃത്യം ലംഘിക്കുക. ശ്രദ്ധിക്കണേ, കൃത്യം ലംഘിക്കുക. ആരാധന മുടക്കുന്നതും അകൃത്യമാണ്. ആരാധനയ്ക്ക് കൃത്യസമയം വരാത്തതും അകൃത്യമാണ്, കൃത്യം തെറ്റുകയാണ്. ആരാധനയ്ക്ക് വന്നിരുന്നിട്ട് ആരാധ്യനോട് ഹൃദയം മനസ്സ് ചേർന്നിരിക്കാതെ ഇവിടെ ശരീരത്തെ ഇരുത്തിയിട്ട് ചിന്താമണ്ഡലത്തെയും മനസ്സിനെയും പുറത്തു വിട്ട് ഇങ്ങനെ മനോരഥത്തിൽ സഞ്ചരിക്കുന്നതും അകൃത്യമാണ്. ദൈവസന്നിധിയിൽ വന്നിരുന്നിട്ട് കൃത്യമായി കൊടുക്കേണ്ട ആരാധന പറഞ്ഞ് ആരാധിപ്പിക്കുന്നതല്ല, മനസ്സോടെ ഒരവസരം കിട്ടിയാൽ എത്ര ശക്തമായി ദൈവത്തെ ആരാധിക്കാമോ അങ്ങനെ ആരാധിക്കുന്നതാണ് കൃത്യം. അത് തെറ്റിയാൽ അകൃത്യമാണ്. ദൈവിക വിഷയങ്ങളൊന്നും പറഞ്ഞ് പ്രേരിപ്പിച്ചല്ല നമ്മൾ ചെയ്യേണ്ടത്, അകത്തെ പ്രേരണയിൽ നിന്ന് ഉത്സാഹത്തോടെ ചെയ്യണം. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. അപ്പോൾ കൈയടിക്കാനുള്ളത് കൈയടിക്കണം, അതെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. വായ തുറന്ന് ശക്തമായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ ഒരവസരം ഉണ്ടെങ്കിൽ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഒരവസരം കാത്തിരിക്കണം. വീണ് കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം. നിങ്ങൾക്കറിയാമല്ലോ എത്ര പേർക്ക് കൈ പൊക്കാൻ വയ്യ, എത്ര പേർക്ക് വാ തുറക്കാൻ വയ്യ, ശബ്ദിക്കാൻ വയ്യ. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് ദൈവം കൈയുടെ ബലവും വായ്ക്ക് സംസാരിക്കാനുള്ള ത്രാണിയും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഈ തന്ന ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ഈ തന്ന ദൈവത്തിന് കൊടുക്കേണ്ടതൊക്കെ കൃത്യമായി കൊടുക്കുവാൻ, സത്യസന്ധമായി കൊടുക്കുവാൻ, ഹല്ലേലൂയ, ദൈവമക്കളെ ഉത്സാഹമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. Praise the Lord. Praise the Lord. Praise the Lord. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ദൈവമക്കളുടെ പാപം ലംഘനമാണ്. ലംഘനം. നമുക്കറിയാമല്ലോ, ആദം നിയമത്തെ ലംഘിച്ചു. നമ്മുടെ ലംഘനം 2 തരത്തിലാണ്. 1, ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിയമത്തെ നമ്മൾ ലംഘിക്കുക. രണ്ടാമത്തേത്, നമ്മൾ തന്നെ പലപ്പോഴും പല ആവശ്യങ്ങളുടെ നടുവിൽ ദൈവത്തോട് നേർച്ചകൾ നേർന്നിട്ടുണ്ട്. എങ്ങനെ? ഞാൻ അങ്ങനെ ചെയ്യാം, ഞാൻ അങ്ങനെ ജീവിക്കാം, ഞാൻ അവിടെ പോകാം, അങ്ങനെ പറയാം, സുവിശേഷ വേലയ്ക്ക് പോകാം, ട്രാക്ട് കൊടുക്കാൻ പോകാം, കൂട്ടായ്മ മുടക്കാതെ പോകാം, ഉപവസിക്കാം, പ്രാർത്ഥിക്കാം തുടങ്ങിയ അനേക നേർച്ചകൾ നമ്മൾ നേർന്നിട്ടുണ്ട്. നടപ്പിൽ വരുത്തുന്നുണ്ടോ? നേർന്നത് എന്തൊക്കെയെന്ന് ഓർമ്മയുണ്ടോ? സ്തോത്രം. നേർന്നാൽ ചെയ്യാതിരിക്കരുത്. നേരാതിരിക്കുന്നത് പാപമല്ല, നേർന്നിട്ട് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. ലംഘനം. ലംഘനം. എന്തെല്ലാം കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ തീരുമാനിച്ചത്, നിങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അത് ലംഘിക്കുന്നത് പാപമാണ്. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, അതിക്രമം. മറക്കരുത്, അകൃത്യം, ലംഘനം, അതിക്രമം. ദൈവമക്കൾക്ക് ഒരു ക്രമമുണ്ട് എല്ലാ കാര്യത്തിലും.
സംസാരത്തിൽ സൂക്ഷിക്കണം. വേണ്ടാത്ത പദങ്ങൾ കയറി വേണ്ടാത്ത രീതിയിലൊന്നും ആകെ ക്രമം, അതിരും വരമ്പുണ്ട്, അതിനകത്ത് നിൽക്കണം. സ്തോത്രം. നീ ആരെന്ന ബോധം നിനക്കുണ്ടായിരിക്കണം. നിന്റെ ക്രമം നീ പാലിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഉടുപ്പിലായാലും നടപ്പിലായാലും, ഞാൻ ഇടയ്ക്കൊന്ന് ഓർപ്പിച്ചതുപോലെ, ദൈവമക്കളെ, നീ ആരാണെന്ന ബോധം നിനക്കുണ്ടായിരിക്കണം. നിന്നെ കാണുമ്പോൾ ലോകം പറയണം, ഇവനൊരു ദൈവ പൈതലാണ്. അത് നിന്റെ ഉടുപ്പിലും നടപ്പിലും വെളിപ്പെടുത്തണം. നിന്റെ സ്വഭാവത്തിലും സംസാരത്തിലും വെളിപ്പെടുത്തണം. അക്രമത്തിനകത്ത് നിൽക്കണം. ലോകം പറയുന്നത് പറയുവാൻ നമുക്ക് അനുവാദമില്ല. ലോകം നടക്കുമ്പോൾ നടക്കുവാൻ നമുക്ക് അനുവാദമില്ല. മക്കളെ, നിങ്ങൾ ലോകത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ കൂട്ടുകാരും കൂടെ പഠിക്കുന്നവരും ഒക്കെ ലോകമക്കളായിരിക്കാം. ചിലപ്പോൾ ദൈവമക്കളെന്ന് പറയുന്നവരുടെ മക്കളോ പാസ്റ്റർമാരുടെ മക്കളോ ആയിരിക്കാം. പക്ഷെ നിനക്കൊരു ക്രമമുണ്ട്. നിന്റെ ക്രമം നീ തെറ്റിക്കരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ക്രമം തെറ്റുന്നത് അതിക്രമമാണ്. സ്തോത്രം. ഈ 3 കാര്യവും നിങ്ങൾ മറക്കരുത്. ഇത് ദൈവമക്കളുടെ പാപമാണ്. ആ പാപ സ്വഭാവങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഇവിടെ പ്രവാചകൻ ദൈവജനത്തോട് വിളിച്ചു പറയുകയാണ്, മടങ്ങി വരുവീൻ, മടങ്ങി വരുവീൻ, മടങ്ങി വരുവീൻ. സ്നേഹത്തോടെ പരിശുദ്ധാത്മാവ് ജീവിതങ്ങളെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അകത്ത് സംസാരിക്കുന്നു. ഈ പകൽക്കാലം ഇവിടെ ഇരിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണുള്ളത്? ഏതൊക്കെ വിഷയങ്ങളാണ് ദൈവത്തെയും നമ്മയും തമ്മിൽ അകറ്റി വച്ചിരിക്കുന്നത്? അത് വിടുവീൻ, മടങ്ങി വരുവീൻ. മനസ്സിലായവർക്ക് കരം പൊക്കി ഒരു ഹല്ലേലൂയ പറയാം. വിശുദ്ധ ബൈബിൾ പറയുന്നു, ചേർന്ന് നടക്കുവാൻ, ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാൻ, വിശുദ്ധനായ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ. സ്തോത്രം. ആ വെളിച്ചത്തിലോട്ട് വരാൻ തടസ്സമുള്ളതെല്ലാം വിട്ടുകളയണം. എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കാം. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട്, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. അവിടെ ഒന്ന് നിൽക്കണേ, വളരെ ചിന്തിക്കണം. കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിനുള്ളവരായി നടന്നുകൊള്ളുവീൻ. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോടും ബാല്യക്കാരോടും യൗവന മക്കളോടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും പ്രസാദമായത് എന്തെന്ന് ചിന്തിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും നിങ്ങളെ വഴക്ക് പറയേണ്ട ആവശ്യം വരത്തില്ലെന്ന് മാത്രമല്ല, അവർ വാ തുറക്കുമ്പോൾ നിങ്ങളെ അനുഗ്രഹിച്ചേ പറയത്തുള്ളൂ. പക്ഷെ നമ്മുടെ പിള്ളേരുടെ ഒരു ഗതികേട്, എങ്ങനെ അവരെ കൊണ്ട് വഴക്കുണ്ടാക്കുകയാണ്, എങ്ങനെ എന്നെ അവർ ശപിക്കും, അതിൻ്റെ വകുപ്പാണ് അവരന്വേഷിക്കുന്നത്. കുഞ്ഞുങ്ങളെ, അപ്പനെയും അമ്മയെയും എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ചു കൊള്ളുവീൻ. അവരെ പ്രസാദിപ്പിക്കുവീൻ. അവർ നിങ്ങളെ വാതുറന്ന് അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളോട് ഞാൻ ഒരു വാക്ക് പറയട്ടെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശപിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും വേദനിപ്പിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടാവാം. എങ്കിലും അപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ശപിക്കരുത്. നിങ്ങൾ ശപിച്ചാൽ അത് അവരുടെ മേൽ ശാപമായിരിക്കും. അതൊക്കെ ചിലപ്പോൾ നടപ്പിലാകുമ്പോൾ നിങ്ങൾ ഒത്തിരി കരയേണ്ടി വരും. അതുകൊണ്ട്
മാതാപിതാക്കളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രബോധിപ്പിക്കുന്നു, ദൈവം നിങ്ങൾക്ക് തന്ന മക്കളെ നിങ്ങൾ ശപിക്കരുത്. കുഞ്ഞുങ്ങളെ, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാർ നിങ്ങളെ ശപിക്കുവാൻ ഒരവസരം നിങ്ങൾ ഉണ്ടാക്കരുത്. അവരെ വേദനിപ്പിക്കരുത്, അവരെ പ്രസാദിപ്പിച്ചുകൊള്ളുവീൻ. മനസ്സിലായവർ മാത്രം കരം പൊക്കിയവരല്ലല്ലോ പറഞ്ഞേ. ശരി, കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ച് വെളിച്ചത്തിൽ നടന്നുകൊള്ളുവേൻ. ഓരോ കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ എന്നെ നോക്ക്, ഇത് കർത്താവിന് പ്രസാദമാണോ? ഒരു കാര്യം പറയുമ്പോൾ ഇത് കർത്താവിന് പ്രസാദമാണോ? ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഇത് കർത്താവിന് പ്രസാദമാണോ? ഒരു വഴിക്ക് പോകുമ്പോൾ ഇത് കർത്താവിന് പ്രസാദമാണോ? ഇങ്ങോട്ട് നോക്ക്, വാ തുറക്കുമ്പോൾ ഞാൻ കർത്താവിന് പ്രസാദമുള്ള കാര്യമാണോ പറയാൻ പോകുന്നത്? ചിന്തിച്ച് പരിശോധിച്ച് സ്തോത്രം ചേർന്ന് നടക്കുവാൻ പറ്റിയ വെളിച്ചത്തിനുള്ളവരായി നടന്നുകൊള്ളുവീൻ. അടുത്ത ഭാഗം, സകല സൽഗുണവും. ശ്രദ്ധിച്ച് കേൾക്കണേ, സകല സൽഗുണവും. ഈ ശകലത്തിനകത്ത് ശകലം ദുർഗുണം കൂടെ കയറി വരരുത്. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, നല്ല സ്വഭാവം, പിന്നെ ചിലപ്പോഴുണ്ടല്ലോ ചിലപ്പോഴ്, ആ ചെല്ലപ്പഴൊന്നും വരരുത്. സ്തോത്രം, ഹല്ലേലൂയ. സകല സൽഗുണവും, ഇതിൻ്റെ ഇടയിൽ ദുർഗുണം കയറി വരരുത്. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇതുണ്ടായിരിക്കണം. വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഞാനും വെളിച്ചമാണ്, വെളിച്ചത്തിലാണ് നടക്കുന്നത് എന്ന് അഭിമാനിക്കാനും പറയാനും പറ്റും. ഈ ഫലം നിങ്ങളിലുണ്ടായിരിക്കണം. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഇത് നിങ്ങളിലുണ്ടെങ്കിൽ മാത്രമേ, പ്രൈസ് ദി ലോർഡ്, ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന നമ്മുടെ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിച്ചമെന്ന് അവകാശപ്പെടുന്നവരെ, വെളിച്ചത്തിൻ്റെ മക്കളെന്ന് വായാൽ പറയുന്നവരെ, വെളിച്ചമായ ദൈവത്തെ ആരാധിക്കുന്നവരെ, സ്തോത്രം പാട്ടുകൾ പാടുകയും സ്തോത്രം പറയുകയും അന്യഭാഷ പറയുകയും ചെയ്യുന്നവരെ, ഈ ഫലം നിങ്ങളിലുണ്ടോ? ഈ ഫലം, സകല സൽഗുണവും. നിങ്ങളോട് മറ്റുള്ളവര് ദുർഗുണം കാണിച്ചാലും തിരിച്ച് നമുക്ക് അതുപോലെ ചെയ്യാൻ അനുവാദമില്ല. സ്തോത്രം, നമ്മളോട് പറയുന്ന ആ രീതിയിൽ അവരോട് പറയാൻ നമുക്ക് അനുവാദമില്ല, അതുപോലെ ചെയ്യാൻ അനുവാദമില്ല, അതുപോലെ നടപ്പാൻ അനുവാദമില്ല. സ്തോത്രം, നമുക്ക് അനുവദിച്ചിട്ടുള്ളത് മാത്രമേ നമ്മൾ ചെയ്യാവൂ. ഹല്ലേലൂയ. ചിലയിടത്തൊക്കെ നമ്മൾ മിണ്ടാതെ നിൽക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ കാണുന്നവർ വിചാരിക്കും അവൻ കുറ്റക്കാരനാണ്, അവൾ കുറ്റക്കാരിയാണ്, മിണ്ടാതെ നിൽക്കുന്ന കണ്ടില്ലേ, പറഞ്ഞോട്ടെ. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. സ്തോത്രം, ചിലയിടത്ത് മിണ്ടാതിരിക്കുന്നത് കൊണ്ട്, മൗനം പാലിക്കുന്നതുകൊണ്ട്, തിരിച്ചു പറയാത്തത് കൊണ്ട് നമ്മൾ തോറ്റവരുടെ ലിസ്റ്റിൽ പെടുത്താറുണ്ട്. സാരമില്ല, സാരമില്ല. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ. ദൈവമക്കളെ, ചിലപ്പോഴും നമ്മൾ സത്യമൊക്കെ പറയുമ്പോൾ അംഗീകരിക്കാനോ കൂടെ നിൽക്കാനോ ആരും കാണത്തില്ല. ഭയപ്പെടരുത്. ഈ ബൈബിള് പറയുന്നു, ആരാണ് സ്വർഗത്തിൽ കയറുന്നത്? സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. ഹല്ലേലൂയ. സത്യത്തിൽ ജീവിക്കുമ്പോൾ, സത്യം പറയുമ്പോൾ, സത്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ചില ഛേദങ്ങൾ വന്നേക്കും, വരട്ടെ, മാറാതെ നിന്നോണം. സ്തോത്രം, അതാണ് വെളിച്ചത്തിൻ്റെ ഫലം.
ഞാനൊരു ദൂത് പറഞ്ഞ് അവസാനിക്കട്ടെ. കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ തടസ്സമായിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച എത്രമാത്രം കർത്താവിനോടുകൂടെ ചേർന്ന് നടന്നു. നമ്മൾ മരിച്ചുമില്ല, കർത്താവ് വന്നുമില്ല. ഇതെന്തെങ്കിലും നടന്നെങ്കിൽ എന്താവുമായിരുന്നോ എന്തോ. കേട്ടോന്തോ എല്ലാവരും. കൂടെ നടന്നാലേ ഏതാവൂ, എടുക്കപ്പെടുകയുള്ളൂ. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എത്ര കൂടെ നടന്നു, എത്ര അടുത്ത് നടന്നു എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, ദൈവത്തിനും അറിയാം. സ്തോത്രം. കർത്താവ് വന്നില്ല, നമ്മൾ മരിച്ചും ഇല്ല. ഭാഗ്യം എന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എഫെസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 31-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. എല്ലാ കയ്പും, ഈ എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ. എല്ലാ കയ്പും, എല്ലാ സൈസ് കയ്പും, എല്ലാ സൈസ് കയ്പും. ആരോടൊക്കെ കയ്പുണ്ട്? കയ്പ്, കയ്പ്, എല്ലാ തരത്തിലുമുള്ള കയ്പ്, എല്ലാ തരത്തിലുമുള്ള കയ്പ്. എല്ലാ കയ്പും, കോപവും, കോപവും, കോപവും. അതിൽ കൂടിയ സാധനം എന്തുവാ? ക്രോധവും. ചിലര് എൻ്റെ അപ്പോ ഒന്ന് നോക്കിയാൽ മതി. ചിലർ വാ പൊളിച്ചാൽ തകർന്നു ഭൂകമ്പമായിരിക്കും. സ്തോത്രം. എല്ലാ കയ്പും, കോപവും, ക്രോധവും, അടുത്ത് കൂറ്റാരവും. ഓ, ചിലരുടെ അവസ്ഥ എന്തുവാണെന്ന് ഭാവം. പറഞ്ഞാലും വലിയ ഘനമാണ്, വലിയ വെയിറ്റാണ് എല്ലാ കാര്യങ്ങളും. കൂറ്റാരവും, ദൂഷണവും. എന്തോന്ന് ഈ ദൂഷണം? എന്താ? പച്ചത്തെറി പറയുന്നത് മാത്രമല്ല, ഒരാളിനെ കുറിച്ച് ഇല്ലാത്തത് മറ്റൊരാളിനോട് പറയുന്നതും ഏതാണ്? അല്ല, പച്ചത്തെറി പറയുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ദിവസം എത്ര ദൂഷണമാണ് നിങ്ങൾ പറയുന്നത്? നമ്മളെല്ലാം വളരെ ശാന്തമായിട്ടിരിക്കുകയാണ്. നല്ല മനസ്സ് നന്നായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്, വെളിച്ചത്തിൻ്റെ പ്രവൃത്തി അല്ലാത്തത്, ഇരുട്ടിൻ്റെ പ്രവൃത്തി, മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പറയുന്ന ദൂഷണം. ദൂഷണവും സകല ദുർഗുണവുമായി, സകല 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 ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങളിൽ എത്ര പേര് പറയും, അത് എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ, അത് എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ? എത്ര പേരങ്ങനെ പറയാൻ ഇപ്പോൾ തയ്യാറുണ്ട്? എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ. എന്തിന്? യേശുവിനോട് ചേർന്ന് നടക്കുവാൻ. എന്തിന്? സ്വർഗത്തിൽ പോകുവാൻ. എന്തിന്? മരിച്ചാൽ ക്രിസ്തുവിൽ മരിക്കുവാൻ. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഇരുട്ടിന്റെ പ്രവൃത്തികൾ, സകല ദുർഗുണവും നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ.